ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ ആര്? ഇങ്ങനെ ഒരു ചോദ്യം മുന്നോട്ട് വെക്കുമ്പോൾ മുമ്പൊക്കെ പല അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും ആ കൂട്ടത്തിൽ വ്യക്തമായൊരു മേൽക്കൈ മഹേന്ദ്ര സിംഗ് ധോണിക്കുണ്ടായിരുന്നു. ഈ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഒരാൾ കൂടെ കടന്നു വരികയാണ്, രോഹിത് ശർമ്മ. യഥാർത്ഥത്തിൽ മഹേന്ദ്ര സിംഗ് ധോണിയോളം വളർന്നോ രോഹിത് ശർമ്മ? ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 90കളിലെ കോഴ വിവാദത്തിൽപ്പെട്ട് ആടി ഒളിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. അപ്പോഴായിരുന്നു സൗരവ് ഗാംഗുലി എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ ഉദയം. പിന്നീട് 2002-ലെ ചാമ്പ്യൻസ് ട്രോഫി നേടുകയും 2003 ODI ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുകയും ചെയ്തു. അതുവരെ കപിൽ ദേവ് എന്ന് പറയുന്ന ക്യാപ്റ്റനെ വാഴ്ത്തിയിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ സൗരവ് ഗാംഗുലിയെയും വാഴ്ത്തിപ്പാടാൻ ആരംഭിച്ചു. ഒരുപക്ഷെ ഗാംഗുലിയുടെ കാലഘട്ടത്തിലാണ് വ്യക്തിപ്രകടനങ്ങൾക്ക് മാത്രം അധിഷ്ഠിതമായി നിലനിന്നിരുന്ന ഇന്ത്യൻ ടീമിനെ ഒരു ടീം സ്പിരിറ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്നാൽ പിന്നീട് 2007-ൽ സൗരവ് ഗാംഗുലി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുകയും രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻ സ്ഥാനം സ്വീകരിക്കുകയും ചെയ്തു. ആ തവണ നടന്ന ODI ലോകകപ്പിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടതോടെ ഇനി ആര് എന്ന ചോദ്യം അവശേഷിച്ചു. 2007 തന്നെയാണ് പ്രഥമ T20 ലോകകപ്പും അരങ്ങേറിയത്. സീനിയർ താരങ്ങളൊക്കെ ആ ടൂർണമെന്റിൽ നിന്നും വിട്ടുനിന്നു. അതുകൊണ്ട് തന്നെ ആ ടൂർണമെന്റിൽ ഇന്ത്യയെ ആര് നയിക്കുമെന്ന ചോദ്യവും ഉയർന്നു തുടങ്ങി. അവിടെയാണ് BCCI ഒരു സുപ്രധാന തീരുമാനമെടുക്കുന്നത്. മുമ്പൊന്നും ക്യാപ്റ്റനായി പരിചയമില്ലാത്ത മഹേന്ദ്ര സിംഗ് ധോണിയെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിക്കുന്നു. പലരും ഇതിനെതിരെ അന്ന് ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ആ വർഷം ആ കിരീടം നേടിയാണ് ധോണി അതിനെല്ലാം മറുപടി നൽകിയത്. ചിലർ അങ്ങനെയാണ്, തങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മറുപടി നൽകും അവരുടെ പ്രതിഭ കൊണ്ട്. പിന്നീട് 2011-ലെ ODI ലോകകപ്പും 2013-ലെ ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ സ്വന്തമാക്കി. ഒരുപക്ഷെ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 ICC ട്രോഫികളും നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനായി മഹേന്ദ്ര സിംഗ് ധോണി. രോഹിത് ശർമ്മയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത് നടന്ന ആദ്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടു. പിന്നീട് 2023-ൽ ODI ലോകകപ്പിന്റെയും ഫൈനലിലെത്തി. പക്ഷെ അവിടെയും പരാജയം തന്നെയായിരുന്നു ഇന്ത്യയുടെ വിധി. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത T20 ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടിയതോടെ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരുടെ പട്ടികയിലേക്ക് പലരും രോഹിത്തിനെയും ഉൾപ്പെടുത്തി തുടങ്ങി. എന്തായാലും ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന്റെയും ധോണിയുടെയും ചില കണക്കുകൾ നമുക്കിവിടെ പരിശോധിക്കാം. ധോണിയും രോഹിത്തും T20 ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഓരോ വട്ടമാണ് നേടിയത്. ഇരു ക്യാപ്റ്റന്മാരും ഏഷ്യ കപ്പ് 2 തവണയും നേടി. ധോണി ഒരു തവണ ലോകകപ്പ് കിരീടം നേടിയപ്പോൾ രോഹിത്തിന് ആ കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. ഇനി IPL-ലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി 5 തവണ IPL കിരീടം സ്വന്തമാക്കിയപ്പോൾ രോഹിത് ശർമ്മയും 5 തവണ അത് നേടി. IPL-ന്റെ ആരംഭഘട്ടങ്ങളിൽ എല്ലാ രാജ്യത്തിലെയും ഇതുപോലുള്ള ലീഗിൽ നിന്നും വരുന്ന മികച്ച ടീമുകളെ ഉൾപ്പെടുത്തി ഒരു ചാമ്പ്യൻസ് ലീഗ് T20 കിരീടം സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. മഹേന്ദ്ര സിംഗ് ധോണി 2 തവണ ഈ കിരീടം നേടിയപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് ഒരു തവണയാണ് നേടാൻ സാധിച്ചത്. ഈ കിരീടങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് മേൽ ധോണിക്കുള്ള പ്രധാന മേൽക്കൈ എന്ന് പറയുന്നത് ODI ലോകകപ്പ് തന്നെയാണ്. പക്ഷേ 2027-ൽ നടക്കുന്ന ODI ലോകകപ്പിൽ രോഹിത് ശർമ്മ കളിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഒരുപക്ഷെ അന്നും രോഹിത് ക്യാപ്റ്റനായി കളിച്ച് ആ കിരീടം നേടാൻ സാധിച്ചാൽ ധോണിയുടെ ICC കിരീടങ്ങളുടെ എണ്ണത്തിനൊപ്പം എത്താൻ രോഹിത്തിനും സാധിക്കും. ഇനി പ്രധാനപ്പെട്ട ICC ടൂർണമെന്റുകളിലെ ഇവരുടെ വിജയ കണക്കുകൾ എങ്ങനെയെന്ന് നോക്കാം. T20 ലോകകപ്പിൽ ധോണി ഇന്ത്യയെ ക്യാപ്റ്റനായി നയിച്ചത് 33 മത്സരങ്ങളാണ്. അതിൽ 21 മത്സരങ്ങളും ഇന്ത്യ ജയിച്ചു. വിജയ ശതമാനം 65.63. രോഹിത് ശർമ്മ T20 ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ചത് 14 മത്സരങ്ങളാണ്. അതിൽ 12 മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചു. വിജയ ശതമാനം 85.71. ഇനി ODI ഫോർമാറ്റിൽ വരുന്ന ലോകകപ്പിലെയും ചാമ്പ്യൻസ് ട്രോഫിയിലെയും കണക്കുകൾ സംയുക്തമായി പരിശോധിച്ചാൽ MS ധോണി ഇന്ത്യയെ നയിച്ചത് 25 മത്സരങ്ങളിലാണ്. അതിൽ 20-ലും വിജയം. വിജയ ശതമാനം 86.96. രോഹിത് ശർമ്മ നയിച്ചത് 15 മത്സരങ്ങളിൽ. അതിൽ 14-ലും വിജയം, ഒരു തോൽവി. വിജയ ശതമാനം 93%. നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഇവരുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ്. ഇനി പ്രധാനപ്പെട്ട ICC ടൂർണമെന്റുകളിലെ ഇവരുടെ ബാറ്റിംഗ് പ്രകടനം കൂടി നോക്കാം. T20 ലോകകപ്പിലെ ധോണിയുടെ ശരാശരി 35.26 റൺസാണ്. രോഹിത് ശർമ്മയുടേത് 28.69. ODI ടൂർണമെന്റുകളിൽ ധോണിയുടെ ശരാശരി 42.33, രോഹിത്തിൻ്റെത് 46.73. ധോണി ഇന്ത്യയെ നയിച്ചിരുന്ന കാലത്ത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നില്ലായിരുന്നു. രോഹിത്തിന് ആ ടൂർണമെന്റിലും കളിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചാമ്പ്യൻസ് ട്രോഫിയിലെ വിജയത്തോടുകൂടി ധോണിയേക്കാൾ മികച്ച ക്യാപ്റ്റനാണ് രോഹിത് എന്ന വാദം പല കോണിൽ നിന്നും വരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ ആര്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.
ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.